അടുത്തതായി നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട വിനോദ് കോവൂരിന്റെ ഫെയർവെൽ പെർഫോമൻസ് കാണാം. ഹലോ, ആ ഗണേശ, എടാ ഓ പൈസക്ക് വരും, കൊടുക്കരുത് കേട്ടോ. ഒപ്പത്തോടെ മഹാ തരികടാ, പണ്ടാർക്കാലിന് കൊടുക്കരുത്. വേണ്ട വേണ്ട, അത് ഞാൻ വന്നിട്ട് ക്ലിയർ ചെയ്തോളാം. ഇനി കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ. അത് ഞാൻ ആയിക്കോട്ടെ. പിന്നെ മറ്റൊരു കാര്യം, നമ്മളെ വിളിക്കേ, ഇത് നമ്മളെ ഗൾഫിൽ നിന്ന് വന്നോനെ, ഓനും ഒരു 30,000 കൊടുത്താളുടെ. അത് നമുക്ക് വേറെ ഗുണം ഉണ്ടായി അതിനകത്ത്. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ വൈകുന്നേരം നമ്മളെ അങ്ങോട്ട് എത്തിക്കോളാം. ആയിക്കോട്ടെ. ഹലോ, അട്ടക്കുണ്ട് പറമ്പ് എന്ന് പറയുന്ന സ്ഥലം ഇത് തന്നെയാണോ? ഇതെന്താ, ആരാത്? മനസ്സിലായില്ല. ഇവിടെ ഇതിനു മുമ്പൊന്നും കണ്ടി പ്രശ്നവേഷത്തിന് ഇറങ്ങിയതാ? ആരത്? എടോ ഞാനാണ്. ആര്? കാലൻ. കാലനോ? ഏത് കാലൻ? നീ എത്ര കാലനെ അറിയൂ? ഇവിടെ ജീവനൊക്കെ കൊണ്ടുപോകുന്ന ഒരു കാലം. ആ കാലം തന്നെയാണ് ഞാൻ. ആദ്യമായിട്ട് കാണുക. ഇതെന്താ ഇവിടെ ഞങ്ങൾ അട്ടക്കുണ്ട് പറമ്പിൽ? ഞാൻ ഇവിടെ ഒരാളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. ഇവിടെയോ? ആരാണ്? ഇവിടെ തനിക്കൊരു സുരേഷിനെ അറിയോ? ഒരു സുരേഷോ? അട്ടക്കുണ്ട് പറമ്പിലോ? 14-15 സുരേഷ് ഉണ്ട്. അതല്ല, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത്. സുരേഷ് സൺ ഓഫ് പത്മദളാക്ഷൻ, അട്ടക്കുണ്ട് പറമ്പ്, വയസ്സ് 31. പത്മദളാക്ഷന്റെ മോൻ, സൈക്കിളിന്റെ റിപ്പയർ സുരേഷ്. അറിയോ? ഓനെന്താ? അയാളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. സുരേഷിന്? അയാളുടെ സമയമായി. സുരേഷിന് സൂക്കേടൂല്ലോ? ഓൻ ഇന്നലെ വൈകുന്നേരം കൂടി ഞാൻ കണ്ടാണല്ലോ. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ സൂക്കേടിന്റെ ഒന്നും ആവശ്യമില്ല. അല്ല, എന്നാലും ഇത് കണ്ണിച്ചോരില്ലാത്തൊരു കൊണ്ടാവല്ല കാലം. അല്ല, എന്താന്ന് വെച്ചാലും ഈ നാട്ടിൽ ഇപ്പൊ കള്ളുടിക്കാത്ത, പുകവലിക്കാത്ത ഒറ്റ ചെറുപ്പക്കാരന്റെ സുരേഷ്. അതൊന്നും ഒരു കാരണമല്ല. എനിക്ക് ആളെ അറിയോ? ആളെ അറിയെങ്കിലും ഒന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ വലിയ സൗകര്യമായിരുന്നു. ഇനിയിപ്പോ തപ്പി പിടിച്ച് കൊണ്ടുവരാൻ വയ്യ, അതുകൊണ്ടാ. അല്ല, ആളെ അറിയറ്റല്ല. പിന്നെ ഞാൻ വിളിച്ചു നോക്കാം. ഞാൻ ഒന്ന് വിളിച്ചു, ഓൻ വീട്ടിലുണ്ടോ നോക്കട്ടെ. കാലിനൊരു പണി. ഏതായാലും ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് വന്നല്ലോ. സുലൈമാനെ, കാലം വന്ന നമ്മുടെ നാട്ടിൽ ഒരു മോരുവെള്ളം കൊടുക്കേ, നട്ടുച്ചല്ലേ, ഒരു മോരുവെള്ളം കുടിച്ചോളി കേട്ടാ. ഞാൻ ഓനെ വിളിക്കാപ്പോഴേക്ക്. അപ്പൊ സുരേഷിന്റെ അധോഗതി ആയല്ലോ പഠിച്ചോനെ. സുരേഷേ, എടാ കാലം വന്നിക്കണ നമ്മുടെ നാട്ടില്, അന്നെ കൊണ്ടാൻ വന്നിക്കണ്. ഇതാ മോരുവെള്ളം കുടിക്കുന്നു സുലൈമാന്റെ പീടിയത്. കൊമ്പൊക്കെ ഉണ്ട്. കയറൊക്കെ ചുറ്റി. അന്നത്തെ അഡ്രസ്സൊക്കെ പറഞ്ഞു, പത്മനാഭന്റെ മോന്നൊക്കെ പറഞ്ഞടാ. ഇജ്ജ് വേം വിട്ട വീട്ടിലേക്കല്ലേ ഒളിച്ചാള്. ഇജ്ജ് പോണ പറഞ്ഞ ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം മുപ്പരെ. എവിടേക്കും വിട്ടാള്, ഇവിടെ നിൽക്കണ്ട. ഇജ്ജ് കേരളം വിട്ടോ, കയ്യെങ്കിൽ അതാണല്ലേ. 2-3 മുണ്ട് ഷർട്ടൊക്കെ എടുത്തോണ്ട് കേട്ടോ. ഏതെങ്കിലും വണ്ടിക്ക്, കിട്ടുന്ന വണ്ടിക്ക് കയറി വിട്ടോ. ഇല്ലല്ലോ, നോക്കരുതേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. എങ്ങനെ മോരുവെള്ളം എങ്ങനെ? സുരേഷ് വരൂ, അങ്ങോട്ട് വരാന്ന്. നിങ്ങളോട് അത് വരച്ചല്ലേ, അങ്ങോട്ട് കുറെ കൊണ്ടുപോയേക്കാണ്. അതുകൊണ്ടല്ല നമ്മൾ ആദ്യം ഓം വരുന്നേരം നമുക്ക് വർത്താൻ പറഞ്ഞിരിക്കാം. ഞാൻ ആദ്യമായിട്ട് കാണാ. നിങ്ങൾ ശരിക്കും കാലം തന്നെയാ? എടോ ഞാൻ കാലം തന്നെയാണ്, കണ്ടില്ലേ? ഉണ്ട്. ഞാൻ പ്രച്ഛന്ന വേഷത്തിന്റെ ഇറങ്ങിയാൻ ചാച്ചിട്ടാ. നിങ്ങളെ സീരിയല് കാണുമ്പോലൊന്നല്ല. സീരിയലോ? ആ സീരിയലൊക്കെ കുറച്ച് നല്ല തടി. നിങ്ങൾക്ക് മെലിഞ്ഞു ഉണങ്ങിയിരിക്കുന്നത്. എടോ ഞാൻ ആദ്യം മുതലേ ഇങ്ങനെ തന്നെയാണ്. സീരിയലുകാരല്ലേ, തടിച്ച ആളുകളെ വെച്ചിട്ട് അഭിനയിപ്പിച്ചുകൊണ്ടല്ലേ ഞാൻ ആദ്യം മുതലേ ഇങ്ങനെ തന്നെയാണ്. ഉള്ള വിറ്റാണ്. അല്ല, പോത്തിന് കൂട്ടിയില്ല. എടോ ഇന്നത്തെ ഈ റോഡിലൂടെ, ഇവിടത്തെ ഈ റോഡിലൂടെ എങ്ങനെയോ പോത്തിനായിട്ട് വരിക? കൊണ്ടുവരാത്തന്നല്ല, കംപ്ലീറ്റ് ജപ്പാങ്കുയ്യാ. വീണാ പോത്തിനെ കിട്ടൂല. അതാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ പോത്തിനെ. അല്ല കാലേട്ടാ, അല്ല കാലമാശേ, എന്താ വിളിക്കാന്നൊരു പിടുത്തം കിട്ടിയ കൊമ്പും മനുഷ്യനല്ലേ കൂടി. അതുകൊണ്ടേ ഇങ്ങക്കേ ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോയി എന്തിട്ടു? ഇവിടുന്ന് ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് ചിക്കൽ എന്ത് തടയും? ഇത് ഞാൻ പ്രതിഫലത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല, ഇതെന്റെ കർമ്മമാണ്. പൈസ ഒന്നും കിട്ടൂല, വെറുതെ കൊണ്ടുപോവുക. ഇവിടെ ഒന്നും ആരും പണി എടുക്കൂല, പൈസക്ക് എല്ലാരും എടുക്കുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് ഇപ്പൊ ഞങ്ങൾ മൂക്കിൽ പഞ്ഞിയൊക്കെ വെക്കൂ, നിങ്ങൾ എടുത്തു മാറ്റിയോ? കാലിലെ കെട്ടോ? ഞങ്ങൾ ഇവിടുന്ന് വെറുതെ പണിയെടുക്കാൻ അടുത്തതൊക്കെ എടുത്ത് ഒഴിവാക്കുക ചെയ്യാ അല്ലെ? ഉള്ളു വിറ്റ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രേം നസീർ അവിടെ എവിടെയാ? പ്രേം നസീർ ഇല്ലേ? പ്രേം നസീർ സ്വർഗത്തിലാണ്. അതെ അതെ, സ്വർഗത്തിൽ തന്നെ ആവണം മൂപ്പര്. പിന്നെ നമ്മളെ വീരപ്പനോ? വീരപ്പൻ മാർഗത്തിൽ കിടക്കണോ? എന്തൊക്കെ കുൽമാലിണ്ടാക്കിയിട്ടായിരുന്നു അല്ലേ? ചോദിക്കുന്നോട്ടൊന്നും തോന്നണ്ട കേട്ടോ. സിൽക്ക് സ്മിത എവിടെയാ? സിൽക്ക് സ്മിത അല്ലേ അവിടെ ബാറിലെ ഡാൻസർ തന്നെയാ? അല്ല ഞാനേ ഈ സ്വർഗത്തിലേക്കും നരകത്തിലേക്കൊക്കെ തിരിക്കണ ശരിക്കും ആരാ? ഞാനും ചിത്രഗുപ്തനും. നിങ്ങളാ തീരുമാനിക്കുക. ഞങ്ങൾ അങ്ങനെ എല്ലാവരും ഒന്നും കടത്തി വിടൂല. അവിടെ വന്ന് ഞങ്ങളെ വേണ്ട രീതിയിൽ കണ്ട് സന്തോഷിപ്പിക്കുന്ന ആളുകളെ മാത്രമേ സ്വർഗത്തിലേക്ക് വിടാം. അല്ല ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് വരികയാണെങ്കിലേ ഇന്നൊന്നും എല്ലാം സ്വർഗത്തിലേക്കൊന്നും ആക്കി. അതല്ല ഞാൻ പറഞ്ഞത്, ഞങ്ങൾ വേണ്ട രീതിയിൽ കാണണോ? ഓ അതും നമുക്ക് പൊട്ടിക്കാലോ. എങ്ങനെ? താൻ എന്തോടോ മനസ്സിലാക്കിയ? ഞാനൊരു കാലനാണ്, എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. താനൊരു കുപ്പി എടുത്ത് കാണിക്കുമ്പോഴേക്ക് അങ്ങോട്ട് വീഴുന്ന ആളല്ല ഞാൻ. അല്ല അതുകൊണ്ടല്ല ഞാൻ. നീ കുറെ നേരമായി മനുഷ്യനെ സ്വൈരക്ക് എടുത്താൻ തുടങ്ങി. നിന്റെ പേരെന്താ? അല്ല ഞാൻ ഉണ്ടോ? നിന്റെ പേരെന്താ? പറ. ഞാൻ ഉണ്ടാവില്ല. നിന്റെ പേര് പറ. ഞാൻ കുട്ടികൃഷ്ണൻ. എന്റെ പേരെന്താ? ഗോവിന്ദനാ? അല്ല ശിവാനന്ദൻ. ഉണ്ടോ? ഇല്ല, 10 കൊല്ലത്തേക്കില്ല. പേടിപ്പിച്ചാൻ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഒറ്റ മിനിറ്റ്. അല്ല മൊബൈൽ കാലിന്റെ കൈ. ചിത്രഗുപ്ത
ഇല്ല ഞാൻ സ്ഥലത്തെത്തി, പക്ഷെ ആളെ ഇതുവരെ കിട്ടാൻ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ. ഇല്ല ഇപ്പൊ ശരിയോ ഞാൻ നോക്കട്ടെ. വിളിക്കാം. ഇവിടെ മൊത്തം ചിത്രഗുപ്തൻ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ സുരേഷ്? എവിടെ സുരേഷ്? നമുക്ക് നോക്കാം. ഒന്നുകൂടി വിളിച്ചു നോക്കേ. ഞാൻ അപ്പോഴേക്ക് ഒരു SMS അയക്കട്ടെ. ആർക്ക്? ചിത്രഗുപ്തൻ. SMS അയക്കാൻ പോലെ എന്തേത്താ കാലം. ഇപ്പം പോയാവോ? സുരേഷേ എന്തായി? റെയിൽവേ സ്റ്റേഷൻ കിട്ടിയോ? വണ്ടി കിട്ടിയോ? കഴിച്ചിലായി. എങ്ങോട്ടാ? മദ്രാസിലേക്ക്. അതാ നല്ലേ. കേരളം വിട്ടാലോ, അതാ നല്ലേ. സീറ്റൊന്നും കിട്ടില്ല, ജനറൽ തന്നെ കയറിക്കോ. അടുത്തിരി വിളിക്കണേ. എത്ര മണിക്ക് അടുത്തു? 4:30 മണിക്ക്. ആയിക്കോട്ടെ. ഓമോ എന്തോ കാലമോ എന്തായി? എന്ത് സുരേഷിന്റെ കാര്യം? ഏത് സുരേഷ്? ഏത് സുരേഷിനോ? എടോ സുരേഷ് എവിടെയാണ്? ഏത് സുരേഷ്? നിന്റെ സുഹൃത്ത് സുരേഷ്. ഇവിടുത്തെ അട്ടക്കുണ്ട് പറമ്പിലെ പത്മനാഭന്റെ മകൻ 31 വയസ്സുള്ള സുരേഷ്. എവിടെ ഇരിക്കുന്നു? കാല എന്റെ അടുത്തല്ലേ വന്ന് പെട്ടേ? ഇവിടെ ചിരിക്കാതെ കാര്യം പറഞ്ഞു. ഈ കുട്ടിക്കസറിന് മുമ്പിൽ വന്ന് പെട്ടവരാരും കഴിച്ചിലായി പോയില്ല. സുരേഷ് ഞാൻ നാടിയെടുത്തി. കാലേ നിങ്ങൾ നേരത്തെ മോരുവെള്ളം കുടിച്ചില്ലേ? ആ ഗ്യാപ്പിൽ ഞാൻ പ്ലാനറ്റ് ഓനെ ഇവിടുന്ന് മാറ്റി. എങ്ങോട്ട് മാറ്റി? ഓനെ ഓനെ ഇവിടുന്ന് പാക്ക് ചെയ്ത്. എങ്ങോട്ട് പാക്ക് ചെയ്ത്? കാലം എന്താ കാര്യം ആലോചിച്ചിട്ടാ. ഓൻ മദ്രാസിലെത്തി. മദ്രാസിലേക്ക് വിട്ടോ? സുരേഷ് കുമാർ മദ്രാസിലെത്തി. ഒന്ന് 4:30 മണിക്ക് മദ്രാസിലെത്തു. 4:30 മണിക്ക് മദ്രാസില്? ഷുവർ? ഉറപ്പല്ലേ? എന്താ കാലം എന്തായിട്ട് ചിരിക്കണേ? പോയില്ലേ? എടോ കുട്ടികൃഷ്ണ, വിവരമില്ലാത്തവനെ താൻ എന്താ കരുതിയത്? കാലനായ ഞാൻ വെറും പൊട്ടനാണോ? എടോ ഈ പറയുന്ന സുരേഷ് കുമാർ പത്മനാഭന്റെ മകൻ അട്ടക്കുണ്ട് പറമ്പ്, വയസ്സ് 31. 4:30 മണിക്ക് മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ നാളെ വണ്ടി ഇറങ്ങുമ്പോ അവിടെ നിന്ന് കാല് തെറ്റി പാളത്തിലേക്ക് വീണ് ട്രെയിന് കയറി മരിക്കാനുള്ളതാ. ഈ സമയമായിട്ട് അവനെന്താ ഈ നാട്ടിൽ തന്നെ കറങ്ങി കളിക്കുന്നറിയാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏതായാലും എനിക്ക് സന്തോഷമായി. താനായിട്ട് അവൻ ഇവിടുന്ന് പറഞ്ഞയച്ചല്ലോ. ഇനിയിപ്പോ ഞാൻ നേരെ മദ്രാസിലേക്ക് ചെല്ലുമ്പോഴേക്ക് സുരേഷ് കുമാർ മരിച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് അവന്റെ ആത്മാവിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ നേരെ പരലോകത്തേക്ക് പോകും. എപ്പടി പണ്ടാര കാല സുരേഷ്